ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും മാറ്റ്സ്ലാം മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും സോളാർ പാനലുള്ള സൂര്യ വെളിച്ചത്തിലൂടെ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോളാർ പാനൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയുണ്ട്. അപ്പോൾ ഈ മഴത്തുള്ളിയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരുപാട് മഴത്തുള്ളികൾ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അത് ആ ഒരു വീഴ്ചയിൽ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മുടെ ലാബിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. നമുക്ക് ഡ്രോപ്ലെറ്റ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഓരോ മഴത്തുള്ളി വീഴുമ്പോഴും ഇതിൽ നിന്ന് 100 വോൾട്ട്, അതായത് 50 വോൾട്ട് 100 വോൾട്ട് അത്രയധികം ഇലക്ട്രിസിറ്റി ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണമാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിരിക്കുന്ന ഈ പാനലിൽ ഓരോ മഴത്തുള്ളി വന്ന് വീഴുമ്പോഴും ഏതാണ്ട് 50 വോൾട്ട് മുതൽ 100 വോൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ഇപ്പോഴും ഇത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ചെറിയ രീതിയിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ ചെറിയ സെൻസറുകൾ, അതുപോലുള്ള ഈ ചെറിയ ബൾബുകൾ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സ്വയം വർക്ക് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റങ്ങൾ, അങ്ങനെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ള ഈ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആധുനിക ടെക്നോളജിയാണ് ഈ ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ ഗവേഷണ സംവിധാനം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ മുമ്പുള്ള വീഡിയോകൾ കാണിച്ചിരുന്നത് പോലെ, അതായത് കരിമരുന്നുണ്ടാക്കുന്നത് പോലെയോ മറ്റോ ഒന്നും വളരെ ഈസി ആയിട്ടുള്ള ഒരു രാസപ്രവർത്തനം അല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത. അതായത് പുതിയ രീതിയിലുള്ള ക്ലിക്ക് കെമിസ്ട്രി പ്രകാരമായിട്ടുള്ള ഒരു പോളിമറൈസേഷൻ റിയാക്ഷനാണ്. അതുവഴിയാണ് നമ്മൾ ഈ പാനൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഡൈപെൻഡ എറിത്രിറ്റോൾ പെൻഡ അക്രൈലേറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ക്രോസ് ലിങ്കിങ് ഏജൻറ്റ് ഉപയോഗിച്ച്, അതായത് അമൈൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലോക്സൈൻ എന്ന് പറയുന്ന അതുപോലുള്ള പോളിമറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രത്യേകതരം പോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ് ഈ പാനലിൻ്റെ സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ലിപ്പ് സർഫസ് എന്ന് പറയും. അതായത് വെള്ളവും മറ്റോ വീണ് കഴിഞ്ഞാൽ തെന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രത്യേകതരം പ്രതലങ്ങളാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഈ ഒരു രാസവസ്തു, അതായത് ഈ ഒരു പോളിമറിൻ്റെ പ്രത്യേകത കാരണമാണ് ഇതിൽ വോൾട്ടേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് മുമ്പ് പറഞ്ഞു, അത് നമ്മൾ രസതന്ത്രപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ അത് പ്രത്യേകിച്ച് മനസ്സിലാവൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള, അതായത് ഈ ഒരു മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തെമ്പാടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പേപ്പറുകൾ, അതായത് പ്രസിദ്ധീകരണങ്ങൾ, ഇതുമായിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഈ പ്രതിഭാസം നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനങ്ങൾ ആൾറെഡി നടന്നിട്ടുമുണ്ട്. മാത്രമല്ല 100 വോൾട്ട് വരെ കിട്ടുന്ന രീതിയിലുള്ള പാനലുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതായത് മുമ്പുള്ളതിനെക്കാട്ടിയും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനൊരു പുതിയ വസ്തുക്കളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ചിലവ് കുറച്ച്, അതായത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുത്തുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗവേഷണം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മുമ്പ് നടന്നിരുന്ന ഗവേഷണത്തെക്കുറിച്ചും മറ്റുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പേപ്പറുകളുടെ ലിങ്കും മറ്റ് വിവരങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാനലുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അസറ്റിലൈനും അൾട്രാസോണിക് ക്ലീനിങ്ങും ഒക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കിയെടുത്ത അലൂമിനിയം പാനലുകളുടെ മുകളിൽ പ്രത്യേക പോളിമറൈസേഷൻ വഴി നമ്മൾ ഒരു സ്ലിപ്സ്, അതായത് വെള്ളം വീണ തെന്നിപ്പോകുന്ന നമ്മൾ ഈ പോളിമറൈസ് കമ്പോസിഷൻ കോട്ടിങ് ചെയ്യും, സ്പിൻ കോട്ടിങ് ചെയ്യും. അങ്ങനെ കോട്ട് ചെയ്തെടുത്ത ഇതിലാണ് നമ്മൾ പരീക്ഷണം ചെയ്യുന്നത്. പല അളവിൽ കെമിക്കൽ, അതായത് പല അളവിലുള്ള പോളിമറൈസേഷൻ വഴി അത് വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഇതിനെ മാക്സിമം വോൾട്ടേജിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണമായതുകൊണ്ട് തന്നെ ട്രയൽ ആൻഡ് എറർ, അതായത് പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഇങ്ങനെ പതുക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ പല സാമ്പിളുകളുണ്ടാകും, അത് കൂടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും മികച്ച സാമ്പിളിന് നമ്മൾക്ക് ക്യാരക്ടറൈസേഷൻ, അതായത് അതിൻ്റെ അകത്തുള്ള രാസവസ്തുക്കളുടെ ഘടന എങ്ങനെയാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ നല്ലൊരു ക്വാളിറ്റിയുള്ള പാനൽ ഉണ്ടാക്കാൻ കഴിയും എന്ന അവസാനത്തെ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ റിസർച്ചിൻ്റെ രീതി. ഇപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ പാനലിൽ എങ്ങനെ ഇതിൻ്റെ അകത്ത് മഴത്തുള്ളി വീഴുമ്പോൾ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം യന്ത്രമാണ്. അപ്പോൾ അത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാം. അതായത്
മാറിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജുകളും മറ്റേ കറണ്ടുകളും ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്നത് ഈ ഒരു യന്ത്രമാണ്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഓസിലോസ്കോപ്പ്. ഇതിൽ വോൾട്ടേജ് ഇങ്ങനെ അതായത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഈ മഴത്തുള്ളി ഓരോ തുള്ളി വന്ന് വീഴുമ്പോഴും ഇവിടെ വൈദ്യുതി അതായത് വോൾട്ടേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് വോൾട്ടേജ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സയൻസ് മേഖലയിൽ നല്ല രീതിയിൽ മറ്റു കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ നോക്കി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ വരാനും ഗവേഷണവും പരീക്ഷണവും ഒക്കെ ചെയ്യാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എങ്ങനെ ഇതുപോലുള്ള പരീക്ഷണവും ഗവേഷണവും ചെയ്യുന്ന ഒരു മേഖലയിൽ വരണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അടുത്ത വീഡിയോ.